ഹായ്, എല്ലാവർക്കും ദയാശയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സെൻറ്റ് ഫ്രാൻസിസിൽ വെച്ചിട്ടുള്ള കഥ പറഞ്ഞ് LIG എത്തിയപ്പോൾ ഞാനൊരു ബ്രേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് LIG കഥകൾ പറഞ്ഞു കഴിഞ്ഞ് വില്ലയുടെ സ്കൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പാതി വഴിയിൽ നിർത്തിയപ്പോൾ എൻ്റെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും അത് സങ്കടമായി. അവർക്ക് ബാക്കിയും കൂടെ കേൾക്കണം എന്ന് തോന്നി. അപ്പം അതും കൂടെ ഇന്ന് തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ അർജൻറ്റായിട്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ വീഡിയോസ് ആരും കാണുന്നില്ല എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് കുറച്ച് നാൾ ബ്രേക്ക് വെച്ചത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് താഴെ വീണായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ബ്രേക്കായി. പക്ഷേ എൻ്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ എൻ്റെ വിദ്യാലയ ജീവിതം എനിക്ക് പറയുമ്പോൾ എനിക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരും കൂടെ ആഗ്രഹിക്കുന്നുണ്ട് അത് കേൾക്കാൻ, അങ്ങനത്തെ പിക്ചറുകൾ കാണാൻ, ആ സ്കൂൾ കാണാൻ. കാരണം പലരും സ്റ്റേറ്റ് വിട്ടിട്ട്, ജില്ല വിട്ടിട്ട്, ഇന്ത്യ വിട്ടിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ വീഡിയോ മാസ് മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപകാരപ്രദമാണെന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം. അപ്പം അതിൻ്റെ ബാക്കിയും കൂടെ പറയണ്ടേ. അപ്പം ഞാൻ അങ്ങനെ എവിടം വരെ എത്തി? സാന്തോമിലെത്തിയപ്പോൾ എൻ്റെ സിസ്റ്റർമാർ കയറിയ കാര്യമൊക്കെ ഞാൻ പഴയ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ കയറി ചെല്ലുമ്പോൾ ആദ്യം എന്നെ വരവേറ്റത് സിസ്റ്റർ ഫസ്കാസിയും സിസ്റ്റർ ഫിർമോസമ്മയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ LIG അമ്മയും എൽമോ അമ്മയും വന്നത്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ അങ്ങനെ ചിരിച്ച് കളിക്കുന്ന പോലെയൊന്നും അല്ലായിരുന്നു. എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന എല്ലാ ദേഷ്യവും പിണക്കമൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നല്ല വാശിക്കാരതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ട്യൂഷൻ ഉണ്ടായിരുന്നു. ആ ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും പറയും, ഇതെവിടെ ചെന്ന് അവസാനിക്കാനാണാവോ എന്ന്. പക്ഷേ ആ ടീച്ചേഴ്സ് എല്ലാം നമ്മളെ അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഈ ഓർമ്മകളൊക്കെ പങ്കുവെക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് പ്രിൻസി എന്ന് പറഞ്ഞ ടീച്ചറുണ്ടായിരുന്നേ, പിന്നെ റിൻസി എന്ന് പറഞ്ഞ ടീച്ചറുണ്ടായിരുന്നു, പിന്നെ എൽസി എന്നാണ് തോന്നുന്നു ആ ടീച്ചറുടെ പേര്. അങ്ങനെ കുറച്ച് ടീച്ചേഴ്സ് സിസ്റ്റർമാരുണ്ടെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുക്ക് ചെയ്ത് തരുന്ന മേരി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. സൂപ്പർ കറികളാണ്. ചില കറികൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, കാരണം പിന്നെ ഒത്തിരി പേർക്ക് വയ്ക്കുന്നതല്ല, 110 കുഞ്ഞുങ്ങൾക്ക് വയ്ക്കുന്ന കറിയാണ്. എന്നാലും ഇഷ്ടപ്പെടില്ല. എങ്കിലും അതൊക്കെ ഞങ്ങൾ പിണക്കുണ്ടെങ്കിലും പരിഭവം ഉണ്ടെങ്കിലും ഒക്കെ എൻജോയ് ചെയ്തു. പക്ഷെ അവിടത്തെയൊക്കെ മൂല്യം കിട്ടിയത് ഞങ്ങൾ ഓരോരുത്തരും ഓരോ കുടുംബങ്ങളിൽ പോയപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റ് ആയപ്പോൾ അന്നത്തെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് അപ്പോഴാണ്. അപ്പം അത് കാരണം കൊണ്ട് എല്ലാവരും പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പഠിക്കുക. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ മറന്നുപോയാൽ ഞങ്ങളെപ്പോലെ ഇങ്ങനെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ഒരുപാട് വേദനകൾ അതിലുപരി സന്തോഷം കിട്ടേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്കൂൾ തുറക്കുന്നതിൻ്റെ എല്ലാ വിജയാശംസകളും. നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതെന്നും, നിങ്ങളുടെ വിദ്യാലയത്തിലെ ഏതെങ്കിലും അധ്യാപകരെ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബായ്.